Consumer Protection Act 2019. Consumer Protection Act 2019 is an act of the Parliament of India. It replaces and repeals or cancels the old Consumer Protection Act of 1986. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇതോടെ പഴയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിർവീര്യമാകുന്നു. Consumer Protection Act 2019, it extends to the whole of India except Jammu and Kashmir. അപ്പോൾ ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ഇന്ത്യ ഒട്ടാകെ ഈ നിയമത്തിന്റെ പരിധിയിൽ ആണ്. ദ ഗ്രോത്ത് ഓഫ് ടെക്നോളജി, ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി, new marketing and distribution methods, advertisement and e-commerce led to the need of a complete new act providing more provisions. ടെക്നോളജിയുടെ വളർച്ച, ഇന്റർനെറ്റിന്റെ ലഭ്യത, പുതിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിതരണ രീതികൾ, പരസ്യങ്ങൾ, ഇ-കോമേഴ്സ്, ഇലക്ട്രോണിക് കോമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ പുതിയ ഒരു ആക്ടിൻ്റെയോ അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തിയ പുതിയൊരു ആക്ടിൻ്റെയോ ആവശ്യകത കൊണ്ടുവന്നു. Many amendments were made to the existing Consumer Protection Act 1986, which later took the new form as Consumer Protection Act 2019. നിലവിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കപ്പെട്ടുകൊണ്ട് പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 രൂപം കൊണ്ടു. An act to provide for the interest of consumers and for the said purpose to establish authorities for timely and effective administration and settlement of consumer disputes and for matters connected herewith or incidental thereto. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നമുക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും പ്രിവിലേജസും അല്ലെങ്കിൽ താല്പര്യങ്ങളും അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കാനായിട്ട് ഒരു അതോറിറ്റിയെ നിയമിക്കുക, അതുവഴി സമയാധിഷ്ഠമായ കാര്യക്ഷമമായ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കുക, അതിനോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിന്റെ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ യഥാകാലങ്ങളിൽ ഒത്തുതീർപ്പാക്കാനും വേണ്ടിയിട്ട് ആണ് ഈ ആക്ട് നിലകൊള്ളുന്നത്. The origin or the making of the act. The Consumer Protection Bill was introduced in the Lok Sabha on 8th July 2019 by the Minister of Consumer Affairs, Food and Public Distribution, Ram Vilas Paswan. It was passed by Lok Sabha on 30th July 2019 and later passed in Rajya Sabha on 6th August 2019. Consumer Protection Act 2019 മേക്കിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. A bill when passed becomes an act. ജൂലൈ 8 2019 Minister of Consumer Affairs, Food and Public Distribution, Ram Vilas Paswan, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 30 ജൂലൈ 2019 ലോക്സഭയിൽ നിന്ന് പാസ്സാവുകയും പിന്നീട് ഓഗസ്റ്റ് മാസം 6 2019 രാജ്യസഭയിൽ നിന്ന് പാസ്സാവുകയും ചെയ്തു. On 9th August 2019, the bill got its assent from the President Ramnath Kovind
and was notified in the Gazette on the same day. The bill came into effect by November 2019. 2019 ഓഗസ്റ്റ് മാസം 9-ാം തീയതി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിൽ നിന്ന് ഈ ബില്ല് അതിൻ്റെ കൺസെന്റ് നേടിയെടുക്കുകയും അന്നേ ദിവസം തന്നെ അത് ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 2019 നവംബർ മാസം മുതൽ ബില്ല് പ്രാബല്യത്തിൽ വന്നു. Features. First one, definition of a consumer. Second one, rights of consumers. Third, Central Consumer Protection Authority. Fourth one, penalties for misleading advertisement. 5, Consumer Disputes Redressal Commission. 6, jurisdiction of Consumer Disputes Redressal Commissions. And the last one, product liability. The first feature, definition of a consumer. Who is a consumer? He is one who avails the services and buys goods for his own use. That is, not for commercial purpose or for resale. It may be both by way of online or offline transactions. Consumer, ഉപഭോക്താവ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുകയോ സേവനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളെയാണ് കൺസ്യൂമർ അഥവാ ഉപഭോക്താവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉപഭോക്താവ് ഈ സാധനങ്ങളോ സേവനങ്ങളോ നേരിട്ട് അതാത് സ്ഥലങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഓൺലൈൻ വഴിയോ വാങ്ങാവുന്നതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പുനർവ്യാപാരത്തിന് വേണ്ടിയോ സാധനങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുന്നയാളെ കൺസ്യൂമർ ഉപഭോക്താവ് എന്ന് വിളിക്കാനാകില്ല. റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. Consumers' rights can be summed up into 6 rights. First one, right to safety. Second, right to be informed about the quality, quantity, potency, purity standard and price of goods. Right to choose good quality goods and services. Right to be heard. Right to seek redressal. And the last one, right to consumer education. First one is right to safety. That is, he is protected from buying any hazardous or dangerous goods or availing any dangerous services. The next one is he has to be informed, or he has the right to be informed about the quality of the product he is going to buy, about the quantity that he will get, about its price, purity, the usage, the potency, so as to protect him from unfair trade practices. ഓരോ ഉപഭോക്താവിനും തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ട അവകാശം അവന് ഈ ആക്ട് അനുവദിക്കുന്നു. ഓരോ പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി, അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്താണ്, അതിന് എന്തുമാത്രം ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആ വിലയ്ക്ക് കിട്ടുന്നത്, അതിൻ്റെ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന് എന്തുമാത്രം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വില, ഇതൊക്കെ കൺസ്യൂമറിനെ അറിയിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഒരു ബിസിനസ്മാനോ ഒരു മാനുഫാക്ചറർക്കോ ഒരു ട്രേഡർക്കോ ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായമായ
ട്രേഡ് പ്രാക്ടീസിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ വേണ്ടി. റൈറ്റ് ടു ചൂസ്. The customer has a right to choose any good quality goods and services from the various varieties available at a fair price. ലഭ്യമായ എന്ത് സേവനവും എന്ത് ഗുഡ്സും വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള അവകാശം കസ്റ്റമർക്ക് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്. His rights or interests or privileges should be or must be considered by various forums of commission. കസ്റ്റമർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ റൈറ്റ്സ് ലഭിക്കാതെ വരുമ്പോൾ അവന് ഏതെങ്കിലും കമ്മീഷനെയോ ഫോറത്തെ സമീപിക്കാവുന്നതാണ്. അവരതിന് പ്രതിവിധി കണ്ടെത്തുകയും വേണം. Right to seek redressal. Customer has a right to get compensation, to go for settlement, or to get damages against the exploitation and unfair trade practices, seeking the help of the redressal agencies. Redressal agencies വഴി, അതാത് സ്ഥലത്ത് നിലകൊള്ളുന്ന redressal agencies വഴി കസ്റ്റമർ നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷനോ അന്യായമായ ബിസിനസ് രീതികളോ അതൊക്കെ ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതിവിധി കണ്ടെത്താനോ ഡാമേജസ് നേടാനോ അതിന് കോമ്പൻസേഷൻ നേടിയെടുക്കാനോ ഉള്ള അവകാശം കസ്റ്റമർക്ക് ഉണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. Ignorant consumers may be exploited, so consumers have the right to gain knowledge through education, to become aware or to be aware of their rights and privileges. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരായ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്റെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കാനുള്ള അവകാശം എല്ലാ ഉപഭോക്താക്കൾക്കുമുണ്ട്. Central Consumer Protection Authority. The third feature. The central government will set up a CCPA to protect the rights of the consumers by regulating matters related to violation of consumer rights, unfair trade practices and misleading advertisement, with the help of an investigation team headed by a Director General, which will conduct inquiry or investigation into such violation. സെൻട്രൽ ഗവൺമെന്റ് ഒരു അതോറിറ്റിയെ സെറ്റപ്പ് ചെയ്യുന്നു, CCPA, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഈ അതോറിറ്റി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കും. ഏതുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് നേരിടേണ്ടി വരുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, തെറ്റായ രീതിയിൽ നയിക്കുന്ന പരസ്യങ്ങൾ, ഇതിനെതിരായിട്ടാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള സംരക്ഷണമാണ് CCPA നേടിക്കൊടുക്കുന്നത്. CCPA ഇതെങ്ങനെ സാധ്യമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപപ്പെടുത്തുന്നു. ഡയറക്ടർ ജനറൽ ആണ് അതിൻ്റെ മേധാവി. അവര് എന്തെങ്കിലും ഒരു പ്രയാസം കൺസ്യൂമറിന് നേരിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം നടത്തുകയും എൻക്വയറി നടത്തുകയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യുന്നു. CCPA performs the following functions: investigating and inquiring into violations of consumer rights and arranging prosecution at suitable forums, passing orders to withdraw hazardous goods and services, reimbursement, discontinuation of unfair trade practices. CCPയുടെ ഫങ്ഷൻസ്: ഒന്നാമത്തത്, എന്തെങ്കിലും വയലേഷൻസ് ഉപഭോക്താവിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറി നടത്തിയിട്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ അല്ലെങ്കിൽ ശിക്ഷാവിധി സ്യൂട്ടബിൾ ഫോറംസ് വഴി നേടിയെടുക്കുക. ഡേഞ്ചറസ് ആയ, ഹാനികരമായ അല്ലെങ്കിൽ ഹസാഡസ് ആയ ഗുഡ്സ് ആൻഡ് സർവീസസ് പിൻവലിക്കുക, അതുപോലെ തന്നെ നിർത്തലാക്കുക. ഇതുമായിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കുക, പാസ്സാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫങ്ഷൻ.
Third function of CCPA, issuing directions to the concerned endorser, trader, advertiser, publisher to discontinue or modify a false or misleading advertisement, imposing penalties, and issuing safety or warning notices. തെറ്റായ പരസ്യം അല്ലെങ്കിൽ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്ന മിസ്ഗൈഡിംഗ് ആയിട്ടുള്ള മിസ്ലീഡിംഗ് പരസ്യങ്ങൾ ഫ്രെയിം ചെയ്ത് മേക്ക് ചെയ്ത് അഡ്വർടൈസറിനോട്, ട്രേഡറിനോട്, പബ്ലിഷറിനോട് അതാത് പരസ്യങ്ങൾ പിൻവലിക്കാൻ അല്ലെങ്കിൽ അതിൽ വ്യത്യാസപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അടുത്തത് ഇത് പാലിക്കാത്തവർക്ക് പെനാൽറ്റി ഓഫ് ഫൈനോ ചുമത്തുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, വാർണിംഗ് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുക. അടുത്ത ഫീച്ചറാണ് പെനാൽറ്റീസ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. പെനാൽറ്റി ഓഫ് 10 lakhs and imprisonment up to 2 years. Repeated offence will fetch a penalty of 50 lakhs and imprisonment up to 5 years. The CCPA can also prohibit the endorser of a misleading advertisement from producing that product or rendering that service up to 1 year, and subsequent offence will fetch prohibition up to 3 years. Misleading അല്ലെങ്കിൽ misguiding advertisementന്റെ പെനാൽറ്റീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാവുന്ന ഒഫൻസിന് 10 lakhsഉം പിഴ പെനാൽറ്റിയും 2 വർഷത്തെ ഇംപ്രിസ്മെന്റ് അഥവാ ജയിൽവാസം. വീണ്ടും അതേ ഒഫൻസ് ആണെങ്കിൽ, വീണ്ടും അതേ ഒഫൻസ് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ 50 lakhs ഓഫ് ഫൈനും 5 years പണിഷ്മെന്റുമാണ്. അതുപോലെ തന്നെ ഏത് പ്രോഡക്റ്റിന്റെ ആണോ മിസ്ഗൈഡിംഗ് ആയിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് 1 വർഷത്തേക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ, മാർക്കറ്റിൽ ഇറക്കാതിരിക്കാനുള്ള അധികാരം CCPAക്ക് ഉണ്ട്. വീണ്ടും അതേ ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് പ്രൊഹിബിഷൻ മേ എക്സ്റ്റെൻഡ് അപ് ടു 3 years, 3 വർഷം വരെ നീളാവുന്നതാണ്. അടുത്ത ഫീച്ചർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, CDRC. Consumer Disputes Redressal Commissions are set up at 3 levels: district, state and national level, where a consumer can file his complaint in relation to unfair trade practices or restricted trade practices, defective goods and services, overcharging or hazardous goods and services. കൺസ്യൂമർ എവിടെയാണ് അവൻ്റെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലെവൽസ് ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്. അവൻ ഫയൽ ചെയ്യേണ്ട കമ്മീഷനെ വിളിക്കുന്നതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ. ആൻഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായമായ ട്രേഡിംഗ്, മോശമായ ഗുഡ്സ്, അധിക വില ഈടാക്കുക, ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിനെതിരായിട്ട് അവന് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. Not only can he complain, and if he is not satisfied with the decisions taken by any of the commissions, he can go for appeal to the next of the succeeding commissions. ഒരു കമ്മീഷന്റെയോ ഒരു ഫോറത്തിന്റെയോ വിധിയിൽ താല്പര്യം ഇല്ല അല്ലെങ്കിൽ അവന് സമ്മതമില്ല എന്നുണ്ടെങ്കിൽ അവന് അതിന്റെ മേൽത്തട്ടിലുള്ള കമ്മീഷനിലേക്ക് അവന് പരാതി ഫോർവേഡ് അപ്പീല് കൊടുക്കാവുന്നതാണ്. The next feature, jurisdiction of Consumer Disputes Redressal Commission. As we already know, there are 3 levels: the district, the state and the national level. Now we are going to discuss about the limit or the complaint of the value of the goods and services taken by each commission or forum. The district commissioners, otherwise called the district forum, will entertain complaints of value of goods and services not exceeding 1 crore. State will take greater than 1 crore but not exceeding 10 crores. And the national commission will take only
complaints of value of goods exceeding 10 crores. The District Commissioners, otherwise called the District Forum, will entertain complaints of value of goods and services not exceeding 1 crore. State will take greater than 1 crore but not exceeding 10 crores. And the National Commission will take only complaints of value of goods exceeding 10 crores. ഓരോ കമ്മീഷനും എന്ത് വാല്യൂവിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കംപ്ലൈൻ്റ് ആയിട്ട് സ്വീകരിക്കുന്നത് നമ്മളോട് പറയുന്നത്. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസ്ട്രിക്ട് കമ്മീഷൻ 1 കോടിയിൽ കൂടാത്ത കംപ്ലൈൻറ്റും, സ്റ്റേറ്റ് ആണെങ്കിൽ 1 കോടിയിൽ കൂടി എന്നാൽ 10 കോടിയിൽ കൂടാത്ത കംപ്ലൈൻറ്റും, നാഷണൽ കമ്മീഷൻ 10 കോടിയിൽ കൂടുന്ന കംപ്ലൈൻറ്റുകളാണ് സ്വീകരിക്കുക. അതായത് 10 കോടിയിൽ കൂടുതൽ വില വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കംപ്ലൈൻ്റ് ആണ് സ്വീകരിക്കുക. And the last feature, product liability. Every manufacturer or every service provider or seller has to compensate the consumer for any harm or injury by defective goods or deficient services. And to claim the same, the consumer has to prove one condition for deficiency or defect. ഏത് പ്രോഡക്റ്റിൽ നിന്നാണോ ഏത് സർവീസിൽ നിന്നാണോ ഉപഭോക്താവിന് അപകടമോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ നേരിടേണ്ടി വരുന്നത്, അതാത് പ്രോഡക്റ്റ് മാനുഫാക്ചറിൽ നിന്ന് അതാത് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് കോമ്പൻസേഷൻ അവകാശപ്പെടാനുള്ള റൈറ്റ് കൺസ്യൂമർക്ക് ഉണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമർക്കുണ്ടാവുന്ന ഇഞ്ചറി, കൺസ്യൂമർക്കുണ്ടാവുന്ന അപകടം, മോശമായ ഗുഡ്സ് വഴിയോ അല്ലെങ്കിൽ കൺസ്യൂമർക്കുണ്ടാവുന്ന നഷ്ടം, മോശമായ സേവനം വഴിയോ ഉണ്ടാവുന്ന നഷ്ടം അതാത് മാനുഫാക്ചർ, അതാത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതാത് സർവീസ് പ്രൊവൈഡർ മീറ്റ് ചെയ്യേണ്ടതാണ്. ആ ബാധ്യത അതാത് മാനുഫാക്ചർക്കോ അതാത് സർവീസ് പ്രൊവൈഡർക്കോ ആണ്. ആ ഒരു നഷ്ടം അല്ലെങ്കിൽ കോമ്പൻസേഷൻ നേടാനായിട്ട് കൺസ്യൂമർ ഒരു കണ്ടീഷൻ എങ്കിലും പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കോമ്പൻസേഷൻ നേടിയെടുക്കാൻ ഒരു കണ്ടീഷൻ ഫോർ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മോശമായ സേവനം, മോശമായ ഗുഡ്സിന് ഒരു കണ്ടീഷൻ പ്രൂഫ് കാണിക്കാൻ അവൻ ബാധ്യസ്ഥനാകുന്നു. എങ്കിൽ മാത്രമേ അവന് പ്രോഡക്റ്റ് മാനുഫാക്ചറിൽ നിന്നോ സർവീസ് പ്രൊവൈഡറിൽ നിന്നോ കോമ്പൻസേഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. So, this is the Consumer Protection Act 2019, or the making of the Consumer Protection Act 2019 together with its features.